പല പേഷ്യൻസും പോസ്റ്റ് ഡെലിവറി അവർ കുറേ ബ്യൂട്ടിഫൈങ് സർജറി ലൈക്ക് ടമ്മി ടക്കൊക്കെ കഴിഞ്ഞ് നല്ല ബോഡി ഷേപ്പും എല്ലാം ആയിട്ട് വരുന്നവരായിരിക്കും. അവർ വരുന്നത് സ്റ്റെറിലൈസേഷൻ സർജറി, അതായത് പ്രസവം നിർത്താനുള്ള സർജറിക്ക് വേണ്ടിയിട്ടായിരിക്കും എൻ്റെ അടുത്ത് വരാം. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, ഓൾറെഡി നിങ്ങൾ ടമ്മി ടക്ക് ചെയ്തു, അനസ്തീഷ്യ ഒക്കെ കൊടുത്തിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്, സോ ആ സമയത്ത് നമുക്കിത് ചെയ്യാമായിരുന്നു എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ എന്താണ് ഡോക്ടർക്ക് അതിന് പറയാനുള്ളത്? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അതിൻ്റെ കൂടെ ചെയ്യുന്നതിന്? അത് മിക്കവാറും കേസുകളിൽ ആൾക്കാർ അറിയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വാസ്തവം. അതായത് ടമ്മി ടക്ക് പോലൊരു സർജറിക്കകത്ത് നമ്മൾ എല്ലാം നമുക്ക് കാണാൻ പറ്റും. അവിടെ യൂട്രസും എല്ലാ കാര്യങ്ങളും ഒരു പ്ലസ് സർജൻ നമുക്ക് എല്ലാം തുറന്ന് നമ്മളുടെ വയറിൻ്റെ എക്സസ് ആയിട്ടുള്ള സ്കിന്ന് നമ്മൾ റിമൂവ് ചെയ്യുന്ന ഒരു സർജറിയാണ് ടമ്മി ടക്ക് സർജറി. അപ്പോൾ അതിനകത്ത് എല്ലാം ഈസിലി ആക്സസബിൾ ആണ്. നമ്മുടെ യൂട്രസും കാര്യങ്ങളൊക്കെ ഒരു ഗൈനക്കോളജിസ്റ്റ് വന്നിട്ട് നമുക്കത് ഈസിലി ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ആൾക്കാർ മിക്കവാറും ഇതിനെക്കുറിച്ചിട്ട് അറിവില്ല, ചോദിച്ചിട്ടില്ല, പ്ലസ് സർജനായിട്ട് ഡിസ്കസ് ചെയ്യാത്തത് കാരണം കൊണ്ട് മാത്രം അവരത് ചെയ്യാതെ പോകും. പിന്നെ സർജറി കഴിഞ്ഞിട്ടായിരിക്കും പിന്നീട് നമുക്കൊന്നും ചെയ്യാമല്ലോ എന്നായിരിക്കുമ്പോൾ എക്സ്ട്രാ പോർട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വേറെ ഇൻസിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവിടെ വേറെ കാര്യങ്ങളൊക്കെ കലകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നിട്ടാണ് സെക്കൻഡറി സ്റ്റെറിലൈസേഷൻ വേണ്ടി വരുന്നത്. അതൊരു നല്ലൊരു കാര്യമല്ല. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം.